നമ്മളവരെ ഒരു രാജ്യമായി അംഗീകരിച്ചിരുന്നില്ല. നമ്മളെന്ന് പറഞ്ഞാൽ ഇന്ത്യ അംഗീകരിച്ചിരുന്നില്ല. അവിടേക്കൊരു അംബാസഡറെ അയക്കുകയോ അവിടെ നിന്നൊരു അംബാസഡറെ നമ്മൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. അവിടെ ഒരു എംബസി തുറക്കാൻ നമ്മൾ പോയിട്ടില്ല. ഈ നയത്തിൽ നിന്ന് പ്രകടമായൊരു വ്യത്യാസം വരുന്നത് 92-ലാണ്. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് വിദേശ നയത്തിൽ പ്രകടമായ ഒരു മാറ്റം വരുന്നത്. അന്നാണ് ആദ്യമായി ഇന്ത്യ ഒരു അംബാസഡറെ അങ്ങോട്ട് അയക്കുന്നത്. 92-ൽ 48-ൽ ആരംഭിച്ച ഒരു രാജ്യത്ത് 92-ലാണ് ആദ്യമായി ഒരു അംബാസഡറെ നമ്മൾ അയക്കുന്നത്. അതിങ്ങനെ പടിപടിയായി വർദ്ധിച്ചു വന്നു. വാജ്പേയിയുടെ കാലത്ത് അത് കൂടുതൽ മെച്ചപ്പെട്ടു വന്നു. ഇസ്രായേലിൻ്റെ ഒരു അനുകൂലികളായി നമ്മൾ മാറി. ഇപ്പോഴിതാ ഇസ്രായേലിൻ്റെ ഒരു സഖ്യശക്തി എന്ന നിലയിലേക്ക് ഇന്ത്യ മാറി. ആദ്യമായി ഇസ്രായേൽ സന്ദർശിക്കുന്ന ഒരു ഇന്ത്യൻ ഭരണാധികാരി മോദിയാണ്. ഇപ്പോഴത്തെ സന്ദർശനമല്ല, കുറച്ച് മുമ്പ് അദ്ദേഹം പോയ സന്ദർശനമാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പോയതിൻ്റെ പിന്നിൽ ഇറാനിലെ യുദ്ധത്തിൻ്റെ ഗൂഢാലോചന ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്കതിൻ്റെ തെളിവുകളൊന്നുമില്ല. പക്ഷേ ഈ സമയത്ത് ഇനി യാദൃച്ഛയായി സംഭവിച്ചതാണോ എന്തോ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ എപ്സ്റ്റീൻ ഫയലുമായെല്ലാം ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഒരു രാഷ്ട്ര നേതാവാണ് ശ്രീ മോദി. അദ്ദേഹത്തിൻ്റെ സന്ദർശനവും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതെല്ലാം പലതരം വ്യാഖ്യാനങ്ങൾ കണ്ണിട കൊടുക്കുന്നത്. അങ്ങനെ അല്ലാതിരിക്കട്ടെ. പക്ഷേ ഈ ഒരു ചരിത്രഘട്ടത്തിൽ നാം നമ്മുടെ ശബ്ദം അടയാളപ്പെടുത്തേണ്ടതാണ്. ലോകത്തിൻ്റെ സമാധാനത്തിന് മേൽ ഒരു വെല്ലുവിളി ഉയരുന്ന ഘട്ടത്തിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരോടൊപ്പം നിൽക്കുക, അടിച്ചമർത്തപ്പെടുന്നവരോടൊപ്പം നിൽക്കുക, ആക്രമിക്കപ്പെടുന്നവരോടൊപ്പം നിൽക്കുക, ഇനി അങ്ങനെയൊക്കെ നിൽക്കുമെന്ന് പറയാനുള്ള ആർജവമില്ലെങ്കിൽ യുദ്ധത്തെ എതിർക്കുകയെങ്കിലും വേണം. ചുരുങ്ങിയ പക്ഷം യുദ്ധം അവസാനിപ്പിക്കണം എന്നെങ്കിലും ആവശ്യപ്പെടാൻ നമുക്ക് കഴിയണം. സമാധാനം ഉണ്ടാവണം, യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറയുന്ന ഒരു ധീര ശബ്ദമായി ഇന്ത്യ മാറേണ്ടതുണ്ട് എന്ന് ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിക്കും. ആ ആഗ്രഹം സഫലമാവാതെ പോകുന്നു എന്നതാണ് ഈ ഇറാന് മേലുള്ള ആക്രമണത്തിലെ ഒരു ഇന്ത്യക്കാരൻ്റെ ദുഃഖം എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്നൊരു കാര്യം.